ശമ്പള വർധന ഉൾപ്പെടെ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മേഖല സ്തംഭിപ്പിച്ച് നഴ്സസിന്റെ സമരം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുമെന്ന് നഴ്സസ് അറിയിച്ചു. ഞങ്ങൾക്കും ജീവിക്കണം, മാന്യമായ ശമ്പളം ഞങ്ങൾക്കും ലഭിക്കണം. അതുതന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. UN ലീഡർഷിപ്പ് എന്തു പറയുന്നോ അത് ഞങ്ങൾ പാലിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സമരം തുടരണം തന്നെയാണ് പറയുന്നത്. ഗവൺമെന്റ് ഞങ്ങൾക്ക് തക്കതായിട്ടൊരു നല്ല റിസൾട്ട് ഈ സമരത്തിന് തന്നില്ലെങ്കിൽ ഞങ്ങൾ UN ലീഡർഷിപ്പ് പറയുന്ന ഏത് തീരുമാനത്തോടും കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും. കാരണം 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്ന് പറയുമ്പോൾ വെറും 1,333 രൂപയാണ്. ഞങ്ങൾ യാചിക്കുകയാണ് അവരോട് ഞങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള വേതനം. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ജിബിൻ, ശക്തമായ പ്രതിഷേധം തന്നെയാണ് നഴ്സസ് ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല UN നമുക്ക് അറിയുന്നത് പോലെ വലിയൊരു സംഘടനയാണ്, അത്രമാത്രം അംഗങ്ങളുള്ള സംഘടനയാണ്. അവർ ആ രീതിയിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, സമരം തുടരുമെന്ന് പറയുന്നു. ആരോഗ്യ മേഖല സ്തംഭിപ്പിക്കാനുള്ള രീതിയിലുള്ള നിലപാടുകളിലേക്ക് അവർ പോവുകയും ചെയ്യുന്നു. സർക്കാർ ഏതെങ്കിലും രീതിയിൽ ചർച്ചയ്ക്ക് ഇവരെ ഇന്ന് വിളിക്കാനുള്ള സാധ്യതയുണ്ടോ? ഏത് രീതിയിലാണ് ഈ സമരത്തെ സർക്കാർ നോക്കിക്കാണുന്നത്? UN നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തുന്ന ഈ സമരം അത് ശക്തി പ്രാപിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ആരംഭിച്ച സമരം ഇപ്പോൾ മാനവീയ വീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഈ ആയിരക്കണക്കിന് നഴ്സുമാരാണ് സ്വകാര്യ മേഖലയിൽ, സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് നഴ്സുമാരാണ് ഇപ്പോൾ മാനവീയ വീതിയിലേക്ക് സമരവുമായി എത്തിയിരിക്കുന്നത്. കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം ആരംഭിച്ചത്. പക്ഷേ അനിശ്ചിതകാല സമരമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം ഇപ്പോൾ മാനവീയ വീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൂടി ഇങ്ങോട്ട് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തിന്റെ ഭാഗമായി UN ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. ഈ സമ്മേളന നഗരിയിൽ നഴ്സുമാർ ആരുടെ അടിമകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയ ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാജിദ് സ്കറിയ, കിദ്ലം ഫിറോസ്, വിജയ് ഇന്ദുചൂടൻ, ഷോൺ ജോർജ് തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരം വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ സമരം തുടങ്ങി ഇതുവരെയും തന്നെ സർക്കാർ യാതൊരുവിധ തരത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് സമരം ആരംഭിച്ചത്, സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ മാനവീയത്തേക്ക് മാറ്റിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സമരം, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കി മാറ്റുക, അതുമാത്രമല്ല നിരവധി ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ നഴ്സുമാരുടെ അസോസിയേഷൻ ആവശ്യങ്ങളായി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു വിഷയം തന്നെ ഇതുവരെയും ചർച്ച ചെയ്യാനായി സാധിച്ചില്ല. നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് സർക്കാരിന്റെ മുന്നിൽ ആവശ്യങ്ങൾ? ഞങ്ങളുടെ മിനിമം വേതനം 40,000 രൂപ അടിസ്ഥാന ശമ്പളം ആക്കണമെന്നാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഞങ്ങൾ നടപ്പാക്കിയിട്ട് ഞങ്ങൾ അവിടെ പോകത്തുള്ളൂ. ഇത് ഇന്നത്തേക്ക് മാത്രമുള്ള ഒരു സമുദായമാണോ, അതോ അനിശ്ചിതകാല സമരമാണോ? അനിശ്ചിതകാലം ഇന്ന് നടപ്പാക്കില്ല, അനിശ്ചിതകാലം. ഇവിടെ നിന്നാണ് വരുന്നത് നിങ്ങളെല്ലാവരും? പത്തനംതിട്ട, കോഴിശ്ശേരി, മുത്തൂറ്റ്. ഈ അടിസ്ഥാന വേതനം 40,000 രൂപ ആക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ആവശ്യം? അതാണ് ഏറ്റവും വലിയ ആവശ്യം. സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെയാണോ സമരം? UN നേതൃത്വത്തിലാണോ സമരം? അല്ല, മൊത്തത്തിൽ നമ്മുടെ ആവശ്യമാണല്ലോ 40,000 ആക്കുക എന്നുള്ളത്. അത് തന്നെയാണ് വേണ്ടത്. അതായത് ഈ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് അടിസ്ഥാന ശമ്പളം അത് 40,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം സമയമോ അല്ലെങ്കിൽ സാഹചര്യം ഒന്നും തന്നെ നോക്കാതെ ജോലി ചെയ്യുന്നവരാണ് ഈ മാലാഖമാരെന്ന് പറയുന്ന നഴ്സുമാരെന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് അർഹമായ പ്രാതിനിധ്യം അല്ലെങ്കിൽ ശമ്പളം പോലും ലഭിക്കുന്നില്ല. ഈ ആവശ്യം, ഈ ഒരു സാഹചര്യം തങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് മാറ്റണം. അതിനുവേണ്ടിയാണ് തങ്ങളിപ്പോൾ എല്ലാവരും ഒന്നിച്ചൊരു സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ എപ്പോഴും പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സമരം തുടങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമരം ഉണ്ടാകുമെന്ന കാര്യം തന്നെ സർക്കാരിന് അറിയാമായിരുന്നു. പക്ഷേ സർക്കാർ ഇതുവരെയും സംഘടനയുമായി ബന്ധപ്പെട്ട് സംഘടനയുമായി ചർച്ച നടത്താനോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ ഇടപെടലും ഇത്രയും നേരമായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രി അധികൃതർ പറയുന്നത്, മാനേജ്മെന്റുകൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ തീരുമാനത്തിലേക്ക് തങ്ങൾ എത്തുമെന്നുള്ള കാര്യമാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ അറിയിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാർ എന്ത് നിലപാട് ഇതിൽ എപ്പോൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഈ സമരം ഈ രീതിയിൽ നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അത് ആരോഗ്യ മേഖലയെ സാരമായി ബാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്വകാര്യ ആശുപത്രികളിലെ നഴ്സസ് ആണ് കൂടുതലായി അവിടെ ഇപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വേതന വർധനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ എന്ത് പറയുന്നു എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ സർക്കാർ ഇരുകൂട്ടരെയും ചർച്ചയ്ക്ക് വിളിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ എന്താണ് ആ നിലപാടിലേക്ക് സർക്കാർ ഉടനടി പോകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.